മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് മാർഗങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ സുപ്രീം പവർ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവവുമായിട്ട് നമ്മൾ മനുഷ്യർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊക്കെ ഏറ്റവും അധികം ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് വാക്കുകളിലൂടെ നമ്മുടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന ഒരു മെത്തഡ്. അതിൽ നമ്മളുടെ ആശങ്കകൾ കാണും, സന്തോഷങ്ങള്, സങ്കടങ്ങള്, വിഷമങ്ങള്, പ്രതീക്ഷകള്, ഉത്കണ്ഠകൾ എല്ലാം തന്നെ നമ്മുടെ ദൈവത്തോട് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തഡ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. കാരണം നമുക്ക് പലപ്പോഴും ലൈഫിൽ ഏറ്റവും അധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് വെന്റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പറയാനായിട്ടും അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ ഒക്കെ കുറവാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കാൻ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്റെ ദൈവം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിന് ഒരുപാട് പോസിറ്റിവിറ്റിയും റിലീഫും കൊണ്ടുതരാൻ സഹായിക്കും. സെക്കൻഡ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വാക്കുകൾ ഉപയോഗിക്കാതെ ദൈവത്തിന് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒന്ന് കണക്ട് ആകാൻ വേണ്ടി ഒരു സൈലന്റിൽ നമ്മൾ ഇരിക്കുന്ന ഒരു തരം കമ്മ്യൂണിക്കേഷൻ ആണ്. കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, വെറുതെ കണ്ണുകൾ അടച്ച് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ദൈവത്തിന്റെ സ്വരം കാതോർക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു മെത്തഡ്. അല്പം ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും നമ്മുടെ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല മെത്തഡാണ് ഇത്. ജേർണലിംഗ്. മൂന്നാമത്തെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡാണ് ജേർണൽ എഴുതുക എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം മനസ്സാകെ അസ്വസ്ഥമാണ്, എന്താണ് തീരുമാനം എടുക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ കുടുങ്ങി നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തഡാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ആശങ്കയാണുള്ളത് അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിലാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്, ആ ഒരു പ്രശ്നം നിങ്ങളുടെ ദൈവത്തിനോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ പ്രശ്നം അവതരിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ ജേർണൽ എഴുതുകയാണ് ചെയ്യുന്നത്. അത് എഴുതിയതിനു ശേഷം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്താണോ അതിന് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് ഉത്തരമാണ് നമുക്ക് മറുപടിയായിട്ട് കിട്ടുന്നതെന്ന് തോന്നുന്നത് അതും നിങ്ങൾ എഴുതുക. അത് ചിലപ്പോൾ പല സൊല്യൂഷൻ മെത്തഡുകൾ കാണും. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഈ പ്രോബ്ലവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ തോന്നിയ ആ ഒരു സ്വരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ സൊല്യൂഷൻസും നോക്കി കഴിയുമ്പോൾ നമ്മളുടെ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും. അതോടൊപ്പം തന്നെ ഒരു പ്രശ്നത്തിന് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതിന്റെ പല മെത്തഡ്സും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തഡ് അതിൽ നിന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഫോർത്ത്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ഇതിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ധ്യാനത്തില് നമ്മൾ തുടക്കത്തിൽ ഇരിക്കുന്നു, ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റിൽ ഇരിക്കുന്നു. അതിനുശേഷം 2-3 ഒരു ഡീപ് ബ്രെത്ത് എടുത്തതിന് ശേഷം നമ്മളുടെ മതപരമായ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു വാക്കുണ്ടെങ്കിൽ അത് നമ്മൾ ആവർത്തിച്ച് ആദ്യം പറയുക. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് കുറെ സമയം നമ്മൾ ഏകദേശം ഒരു മന്ത്ര മെഡിറ്റേഷൻ എന്ന് തന്നെ പറയാം. അതിന് കൂടെ അഡീഷണലി നമ്മൾ വിഷ്വലൈസേഷൻ കൂടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു മന്ത്രം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം നമ്മളുടെ മനസ്സിലുള്ള നമ്മളുടെ ദൈവത്തിന്റെ ഇമേജിനെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ ഒരു ദൈവത്തിന്റെ രൂപം നമ്മൾ എങ്ങനെയാണോ വിഷ്വലി കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ദൈവത്തിന്റെ അടുത്ത് നമ്മൾ പോയി നിൽക്കുന്നതും സംസാരിക്കുന്നതും നമ്മളുടെ വിഷമങ്ങൾ പറയുന്നതും നമ്മളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതും സംസാരിച്ച് നടക്കുന്നതും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെയധികം എഫക്റ്റീവ് ആണ്. നമ്മളുടെ ഒരുപാട് മനസ്സിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ സ്ട്രെസ് ഒക്കെ റിലീഫ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഇത്. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നിറഞ്ഞ, എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിൽ പലരും ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നല്, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ കുറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് അത് സഹായിക്കും.